സി പി പ്ലസിൻ്റെ ഡി വി ആറുകളുടെയും എൻ വി ആറുകളുടെയും പാസ്വേഡ് എങ്ങനെയാണ് റീസെറ്റ് ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. റെക്കോർഡറുകളെ 2018 വരെയുള്ളതും 2018 മുതലുള്ളതും എന്ന് നമുക്ക് വേണമെങ്കിൽ തരംതിരിക്കാം. ആദ്യം 2018 മുതൽ ഇപ്പോൾ വരെയുള്ള റെക്കോർഡറുകൾ റീസെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഡി വി ആറിൽ പാറ്റേൺ ലോഗിൻ എനേബിൾ ആയിരുന്നതുകൊണ്ട് ഡിഫോൾട്ട് ലോഗിൻ പേജിൽ പാറ്റേൺ ലോഗ് ആണ് കാണിക്കുന്നത്. പാറ്റേണും പാസ്വേഡും അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് നോക്കാം. ഇതിനായി പാസ്വേഡ് കോളത്തിന് വലതുവശത്തായി ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ബട്ടൺ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ രണ്ട് രീതിയിൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യാം. ആദ്യത്തെ രീതി QR കോഡും റെക്കോർഡറിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനായ GCMobO ICMobO ഉപയോഗിച്ചാണ്. റീസെറ്റ് മോഡ് ഇമെയിൽ സെലക്ട് ചെയ്താൽ ഒരു QR കോഡും കോഡിന് തൊട്ടു താഴെ DVRൻ്റെ രജിസ്റ്റേർഡ് ഇമെയിൽ ID യും കാണിക്കും. ഈ മെയിൽ ID യിലേക്ക് ആക്സസ് ഉണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് ഉള്ള മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് പാസ്വേഡ് റീസെറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ മെയിൽ ഐ ഡിയിലേക്ക് വന്ന സെക്യൂരിറ്റി കോഡ് DVRൽ കൊടുത്താൽ പാസ്വേഡ് നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്ത മെയിൽ ID ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് സെറ്റിംഗ്സിൽ പാസ്വേഡ് റീസെറ്റ് പേജിൽ പോയി ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ രീതി ഹാർഡ്വെയർ റീസെറ്റ് പോയിന്റുകൾ ഷോർട്ട് ചെയ്തുകൊണ്ടാണ്. ചിത്രത്തിൽ കാണിച്ചതുപോലെ റീസെറ്റ് പോയിന്റുകൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം അവ ഷോർട്ട് ചെയ്ത് പിടിച്ചുകൊണ്ട് DVR ഓൺ ആക്കുക. 30 സെക്കൻഡുകൾക്ക് ശേഷം ഒരു ബീപ്പ് സൗണ്ട് കേൾക്കുമ്പോൾ ഷോർട്ടിംഗ് റിലീസ് ചെയ്യുക. ഹാർഡ്വെയർ റീസെറ്റ് മെത്തേഡിൽ ഹാർഡ് ഡിസ്കിലെ ഡാറ്റ ഒഴികെ റെക്കോർഡറിൻ്റെ എല്ലാ സെറ്റിംഗ്സും റീസെറ്റ് ആവുന്നതാണ്.
മിക്ക 4K DVRകളിലും NVRകളിലും റീസെറ്റ് പോയിന്റുകൾക്ക് പകരം റീസെറ്റ് ബട്ടൺ ആണ് ഉണ്ടാകുക. ഇങ്ങനെയുള്ളപ്പോൾ ഈ സോഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് DVR ഓൺ ചെയ്താൽ 30 സെക്കൻഡ് കൊണ്ട് DVR റീസെറ്റ് ആകും. ഇനി 2018 മുൻപുള്ള അനലോഗ് DVRകളിലും മറ്റ് HD DVR, NVR മോഡലുകളിലും എങ്ങനെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഈ റെക്കോർഡറുകളിൽ പാസ്വേഡ് റീസെറ്റ് ഓപ്ഷനും റീസെറ്റ് പോയിന്റ്സും ഉണ്ടാവില്ല. അതുകൊണ്ട് റെക്കോർഡറിൻ്റെ മോഡൽ നമ്പറും സീരിയൽ നമ്പറും ഇപ്പോൾ കാണിക്കുന്ന ഡേറ്റും ടൈമും CP+ൻ്റെ ടെക്നിക്കൽ സപ്പോർട്ട് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മാസ്റ്റർ പാസ്വേഡ് ലഭിക്കുന്നതാണ്. ഇങ്ങനെ ലഭിക്കുന്ന മാസ്റ്റർ പാസ്വേഡുകൾ ലഭിക്കുന്ന ദിവസം തന്നെ DVRൽ മോഡിഫൈ ചെയ്തില്ലെങ്കിൽ പിന്നീട് വർക്ക് ചെയ്യുന്നതല്ല.